ഇതിനെ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഈ വീഴുന്ന പച്ച മരുന്നാണ് നിങ്ങളുടെ വെരിക്കോസ് വെയിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത്. പ്രായഭേദമന്യേ വെരിക്കോസ് വെയിൻ വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്ന് ജോലി ചെയ്യുന്നവരുൾപ്പെടെ ഡ്രൈവർമാർ, ഇവർക്കെല്ലാം കണ്ടക്ടർമാർക്കൊക്കെ വെരിക്കോസ് വെയിൻ ഉണ്ടാവാറുണ്ട്. കൂടുതലും ഈ തുണിക്കടകളിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അതുപോലെ സ്വർണ്ണക്കട, സൂപ്പർ മാർക്കറ്റ്, ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഉറപ്പായും വെരിക്കോസ് വെയിൻ വന്നിരിക്കും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ നിന്നുള്ള ജോലിയാണ്. അപ്പം വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നല്ല എഫക്റ്റീവായ ടിപ്പ്. വീട്ടിലുള്ള 1-2 സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അപ്പം അതിനുവേണ്ടിയുള്ള 1-2 സാധനങ്ങളാണ് എൻ്റെ ഈ ഫ്രണ്ട് ഇരിക്കുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ മുന്നണി എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് വെച്ച എന്നൊക്കെ പറയും. കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ വംശനാശ ഭീഷണിയിലാണ് കേട്ടോ. ഈ മരുന്നടിച്ച് കാട് കളയുന്ന ആൾക്കാർ ഇതിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യം ഞാനിപ്പം തന്നെ ഇതൊന്ന് തപ്പിയെടുക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞിട്ടാണ് ഇപ്പം ഇത്രയെങ്കിലും നമുക്ക് കിട്ടിയത്. രണ്ടാമത് വേണ്ടുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഇത്രയും വേണ്ട, ഒരു അരമുറി മതി. പിന്നെ വേണ്ടുന്ന മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഓപ്ഷനിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മുറിവൊക്കെ, അതായത് ഇത് പൊട്ടി ഇതിനകത്തുനിന്ന് മുറിവായിരിക്കുന്നവർ ഒരു കാരണവശാലും വെളുത്തുള്ളി യൂസ് ചെയ്യരുത്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഈ 3 ഐറ്റം വെച്ച് എങ്ങനെ ഇത് നമുക്ക് വെരിക്കോസ് വെയിൻ മാറ്റാം എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വെച്ചയുടെ ഇലയും കുറച്ച് തണ്ടും ഒക്കെ എടുത്ത് നമുക്ക് ദാണ്ട് ഇതുപോലൊരു ഇടികല്ലിലോട്ടിട്ട് ഇടിച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ ഇടിച്ച് ഇതിൻ്റെ ചാറ് നമുക്ക് എടുക്കണം. അതിനുശേഷം ഒന്ന് കാണിച്ചു തരാം. അതാണ്ട് അത്യാവശ്യം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേന് 3 അല്ലി വെളുത്തുള്ളി, കൂടുതലൊന്നും വേണ്ട, 3 അല്ലി വെളുത്തുള്ളി ഇതിലേക്കിട്ട് ഇതുകൂടെ ഒന്ന് ഇടിച്ചെടുക്കാം. അത്യാവശ്യം നല്ലപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഇടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് മിക്സിയിലിട്ട് അടിച്ചാലും എടുത്താൽ മതി. അതാണ്ട് ഇതിന് വേണ്ടുന്ന നമുക്ക് ഈ ഒരു ചണ്ടിയല്ല, അതാണ്ട് ഇതിനകത്തെ നീരാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ വീഴുന്ന പച്ച മരുന്നാണ് നിങ്ങളുടെ വെരിക്കോസ് വെയിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതാണ് മുന്നണിയും ഈ പറഞ്ഞ വെളുത്തുള്ളിയും ചതച്ചെടുത്ത നീരാണ് ഇപ്പം നമ്മുടെ കയ്യിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ പറഞ്ഞു താണ്ടെ ഒരു അരമുറി തക്കാളി എടുക്കണമെന്ന്. ഈ അരമുറി തക്കാളി എടുത്തതിന് ശേഷം ഈ പറയുന്ന നീര് ഇതിലേക്കൊന്ന് ഇറ്റിച്ചു കൊടുക്കണം. വേണ്ട, ഇതുപോലെ ഇറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും താണ്ടെ ഇത് കണ്ടോ, ഇതുപോലൊരു വെരിക്കോസ് വെയിൻ താണ്ടെ ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇത് കൂടുതൽ ഈ സൈഡിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ വെരിക്കോസ് വെയിനുള്ള ഭാഗത്ത് നമ്മൾ താണ്ടെ ഇതിനെ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. ഏകദേശം ഒരു 4 മിനിറ്റോളമെങ്കിലും, ഏറ്റവും കുറച്ചൊരു 3-4 മിനിറ്റെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് വെച്ചേക്കുക. അത്യാവശ്യം നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ നീരും മുന്നണിയുടെ നീരും ഈ പറഞ്ഞ വെളുത്തുള്ളിയുടെ നീരും നല്ലപോലെ ആ ഭാഗത്ത് പിടിക്കണം. ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട ഇത് വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഈ തക്കാളി വെച്ച് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എത്ര പഴക്കം ചെന്ന ഈ പറഞ്ഞ വെരിക്കോസ് വെയിൻ ആണെങ്കിലും ഈ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഞാൻ പ്രത്യേകം ആദ്യമേ പറഞ്ഞു, വെളുത്തുള്ളി ഉപയോഗിക്കുന്നവർ, അതായത് ഇത് പൊട്ടി ഇതിൽ നിന്ന് രക്തമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ ഒരു കാരണവശാലും വെളുത്തുള്ളി ഉപയോഗിക്കരുത്. കമ്മ്യൂണിസ്റ്റ് വെച്ചും ഈ പറഞ്ഞ തക്കാളി യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ട് മാറും. ഇത് അടുപ്പിച്ച് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ചെയ്ത് നോക്ക്. നല്ല റിലീഫാവും. നിങ്ങളുടെ ആ രക്തക്കുഴലിലൂടെ അശുദ്ധ രക്തമെല്ലാം ഒഴുകി മാറും. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചുണ്ട്. ഓക്കെ, ബൈ.